സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. മുരുകൻ കാട്ടാക്കട എന്ന കവിയുടെ ഏറ്റവും വലിയൊരു ഫാൻ ഗേൾ ആയിട്ടുള്ള ദേവിക എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, 6 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നൊരു 24 ന്യൂസിൽ വന്നൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നു, പിന്നീട് സ്റ്റേജിലേക്ക് കയറുന്നു, പിന്നീട് സ്റ്റേജുകളിൽ പാട്ട് പാടുന്ന അവസാനം ഫ്ലവേഴ്സിൻ്റെ ഈ പറയുന്ന പ്രോഗ്രാമിൽ ഈ മുരുകൻ കാട്ടാക്കടയ്ക്കൊപ്പം വന്നിരുന്ന ആ കുഞ്ഞ് പാട്ട് പാടുകയുണ്ടായി. ആ പാടുന്നത് കമ്മ്യൂണിസ്റ്റിനെ പറ്റിയാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ശബ്ദത്തെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കുഞ്ഞിനെ പാർട്ടി വെച്ചിട്ട് വിലയിരുത്തരുത്, ആ ശബ്ദത്തിൻ്റെ ഒരു മികവും ആ ശബ്ദത്തിൻ്റെ ഒരു പവറും വെച്ചിട്ട് വേണം നമ്മൾ വിലയിരുത്താനായിട്ട്. ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർസിസം. തോൽക്കുകില്ല 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 തോറ്റുവെങ്കിലില്ല മാർസിസം. മനുഷ്യനാകണം മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർസിസം. മനുഷ്യനാകണം മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർസിസം. കിഴക്കു നിന്നുമല്ല സൂര്യൻ തെക്കു ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ മനുഷ്യ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം. സൂപ്പർ മോളെ, നീ ഒരു സംഭവം. എൻ്റെ പൊന്നെ, 6 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ പാട്ട് കേട്ടില്ലേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നവരുണ്ടാവാം, എന്തുകൊണ്ടാവാം, എന്ത് തന്നെയാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ശബ്ദത്തിന് മുന്നിൽ നമ്മളൊക്കെ ഇങ്ങനെ തൊഴുതു നിൽക്കണം. കാരണം ആ കുഞ്ഞ് ഓരോ വരികൾ പാടുമ്പോഴും രോമാഞ്ചം ഇങ്ങനെ വരികയാണ്, രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തെന്നുള്ളതൊന്ന് കമൻറ്റായി അറിയിക്കണം കേട്ടോ.